ആൻസിയുടെ വീട്ടിൽ അപ്രതീക്ഷിത അതിഥിയായി മന്ത്രി എത്തി. നാഷണൽ ഇന്റർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ കേരളത്തിനു വേണ്ടി സ്വർണം കരസ്ഥമാക്കിയ ആൻസി സോജന്റെ വസതിയിൽ സംസ്ഥാന കായിക യുവജനക്ഷേമ മന്ത്രി ഒ.ജെ. ജനീഷ് എത്തി. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി പരിശീലനത്തിനായാണ് ആൻസി സോജൻ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ളത്. എന്നാൽ മന്ത്രി ആൻസിയുടെ വീട്ടിൽ നേരിട്ടെത്തിയ ആൻസിയുടെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കണ്ട് അഭിനന്ദനം അറിയിക്കുകയായിരുന്നു. മന്ത്രി ഒ.ജെ. ജനീഷ് കയ്യിൽ കരുതിയ മധുരവും ആൻസിയുടെ കുടുംബത്തിന് നൽകുകയുണ്ടായി. ലോങ് ജമ്പിൽ നിലവിലുണ്ടായ ഏഷ്യൻ റെക്കോർഡ് തന്നെ മറികടക്കുന്ന വനിതാ കായിക താരമാണ് ആൻസി സോജൻ. 22 വർഷമായുള്ള അഞ്ജു ബോബി ജോർജിന്റെ റെക്കോർഡും ആൻസി സോജൻ ഭേദിക്കുകയുണ്ടായി. 6.88 മീറ്റർ ചാടിയാണ് ഈ ചരിത്ര നേട്ടം ആൻസി സോജൻ കൈവരിച്ചത്. കായികരംഗത്ത് താരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് മന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. പുതിയ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനായി എല്ലാവിധ പിന്തുണയും കായികമന്ത്രി എന്ന നിലയിൽ ആൻസി സോജന്റെ കുടുംബത്തിന് മന്ത്രി വാഗ്ദാനം നൽകി. കായിക താരങ്ങൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ, സാമ്പത്തിക സഹായം ഉൾപ്പെടെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. കുടിശ്ശിക പരമാവധി വേഗത്തിൽ വിതരണം ചെയ്യുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറയുകയുണ്ടായി. പീപ്പിൾ ഫൗണ്ടേഷൻ തൃപ്രയാർ ചെയർമാൻ സലീഷ് തണ്ടാശ്ശേരി, DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, നാട്ടിക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PM സുധീക്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ VD സന്ദീപ്, CV വികാസ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PC മണികണ്ഠൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാനിഷ് K. രാമൻ, ഫസൽ PA എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായി.